Hi, hello friends. Welcome to the new section of Almost PC channel. പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും പ്രാബല്യത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തുടങ്ങുന്നത്. കാരണം നമ്മുടെ PSCയിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പം പുതിയ സർക്കാർ വന്നതോടെ നമുക്ക് അതിൽ എന്തുണ്ട്, പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ INC പറ്റിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയാണ്. INC ഫോർമേഷൻ PSCയിൽ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സബ്ജക്ട്സ്, ടോപ്പിക്സ്, അത് നമ്മൾ പഠിച്ചിട്ടേ നമുക്ക് എന്ത് കാര്യമുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇന്ന് ഒരു 10-11 കാര്യങ്ങൾ INC പറ്റി നോക്കാം. INC പറ്റി 10-11 കാര്യങ്ങളൊന്നും അല്ല ഉള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഈ 10-11 കാര്യങ്ങളെങ്കിലും പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താണ്, ഗുണപ്രദമാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. വലിയ കഥ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, നമ്മൾ പഠിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം എന്താണത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. എന്താണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 2, 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് A.O. ഹ്യൂം ആണ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഫുൾ നെയിം ആണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഇനി ഈ INC ഫോം ചെയ്തത് INU അല്ല, INU എന്തായി? INC ആയിട്ട് മാറി. INC ഫോം ആയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗവും A.O. ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയും ചേർന്നാണ് എന്തുണ്ടായത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായത്. അപ്പൊ മനസ്സിലായല്ലോ, ഇന്ത്യൻ നാഷണൽ അസോസിയേഷനും ഇന്ത്യൻ അസോസിയേഷനും A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടനയായ ഇന്ത്യൻ നാഷണൽ യൂണിയനും ചേർന്നാണ് എന്തുണ്ടായത്? INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ആയത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്നാണ് INC രൂപീകൃതമായത്? ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28. INC സ്ഥാപകൻ അതും A.O. ഹ്യൂം തന്നെയാണ്. ശ്രദ്ധിക്കുക, INU സ്ഥാപകനും INC സ്ഥാപകനും A.O. ഹ്യൂം തന്നെയാണ്, അലൻ ഒക്ടോവിയൻ ഹ്യൂം. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ആരാണ്? ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. WC ബാനർജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയും INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെ കൂടി ആ ഭരണത്തിൽ ഏർപ്പെടുത്തണമെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ഈ WC ബാനർജി തന്നെയാണ് അഭിപ്രായപ്പെട്ടത്. ഇനി കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. INC അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? നമ്മളൊക്കെ മലയാളികളായതുകൊണ്ട് ഈ മലയാളി ആരായിരുന്നു എന്നുള്ള ചോദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. C ശങ്കരൻ നായരാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, നമ്മുടെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. പിന്നെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരുപാട് ടെൻഷൻ അടുപ്പിക്കുന്നില്ല. INC പറ്റി ഇത്രയും കാര്യങ്ങളെങ്കിലും നന്നായിട്ട് പഠിച്ചു വെക്കുക. നന്നായിട്ട് നമുക്ക് എക്സാം എഴുതാം, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി തീരട്ടെ. നിങ്ങൾ ചാനൽ കണ്ട് വ്യൂസ് പോകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആകുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്കൊരു പ്രചോദനമാകത്തുള്ളൂ നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. അപ്പം ബൈ.